രാവിലെ വന്ന് ഇത് കാണുക. ഇതൊരു വിള വളർച്ച വർദ്ധിപ്പിക്കുന്ന ഉപകരണമാണ്. നിങ്ങൾക്കിതിനെ എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. നിങ്ങൾക്കിതിനെ വിള വളർച്ച വർദ്ധിപ്പിക്കുന്ന ഉപകരണം എന്ന് വിളിക്കാം, നിങ്ങൾക്കിതിനെ വിള വളർച്ച എന്ന് വിളിക്കാം. നമുക്ക് തന്നെ ഇത് തയ്യാറാക്കാം. ഇതെങ്ങനെ ചെയ്യാം? 10 കിലോ ചാണകം, 10 കിലോ കമ്പോസ്റ്റ്, 100 ലിറ്റർ വെള്ളം എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. എല്ലാം ഒരുമിച്ച് ചേർത്ത് രാവിലെ ഒരിക്കൽ ഇളക്കുക. വൈകുന്നേരം 5 മിനിറ്റ് നേരം വയ്ക്കുക, പിന്നെ 5 മിനിറ്റ് നേരം വയ്ക്കുക, പിന്നെ രാവിലെ 5 മിനിറ്റ് നേരം വയ്ക്കുക. വൈകുന്നേരം 5 മിനിറ്റ് നേരം വെച്ചാൽ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. പേര് 50 ഗ്രാം മൈ. രാവിലെ 5 മിനിറ്റ് വെച്ചാൽ 5 മിനിറ്റ് നേരം വെച്ചാൽ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇത് 7 ദിവസം ദ്രാവക വെള്ളത്തിൽ കലർത്തി ജലസേചനത്തിനായി ഉപയോഗിക്കാം. ഇതൊരു സ്പ്രേ ആയും ഉപയോഗിക്കാം. ഇപ്പോൾ ഞാൻ വന്നിത് തളിക്കും. നാളെ 7 ദിവസം അവസാനിക്കും. ഇത് നോക്കൂ, കലർത്തി. അതെങ്ങനെയുണ്ടെന്ന് കാണുക. ഇത് നമുക്കുള്ളൊരു ഇൻപുട്ടായും ഞാനിത് ഉപയോഗിക്കും. ഇത് നമ്മൾ ഇടരുത്. ഇത് വരുമ്പോൾ ഇതിലെ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. നമ്മളത് അകത്താക്കി അടച്ചാൽ അത് പോകില്ല. ഇതിലെ എല്ലാ ജീവകോശങ്ങളും മരിക്കും. അതിനായി നമുക്കിത് ആവശ്യമാണ്. ഒരു ബാഗിൽ വെക്കാവുന്ന ഈ ബാഗ്, ഇത് വിളയ്ക്കുള്ള വിള പ്രൊമോട്ടറായി വരുന്നു. ഇതൊരു വിള വളർച്ച പ്രൊമോട്ടറാണ്. നിങ്ങൾക്കിതിനെ ഏത് രീതിയിലും വിളിക്കാം. നിങ്ങൾക്കിതിനെ ഒരു ഇൻപുട്ട് എന്നും വിളിക്കാം, നിങ്ങൾക്കിതിനെ വിള വളർച്ച പ്രൊമോട്ടർ എന്ന് വിളിക്കാം, നിങ്ങൾക്കിതിനെ വിള വളർച്ചയ്ക്ക് വിളിക്കാം. ഇത് നമുക്ക് തന്നെ തയ്യാറാക്കാം. ഇതെങ്ങനെ വരുന്നു? 10 കിലോ ചാണകം, 10 കിലോ കോമിയം, 10 ലിറ്റർ കോമിയം, 2 കിലോ ശർക്കര, 2 കിലോ ശർക്കര, ഇപ്പോൾ 2 കിലോ മാവ്. വിളമാവ് അരിമില്ലിലേക്ക് വരൂ. ഗോതമ്പ് മാവ്, നിലക്കടല മാവ്, കെവിയൂർ മാവ്, ഈ മാവെല്ലാം പൊടിച്ചതാണ്. ഇതെല്ലാം പൊടിച്ചപ്പോൾ അത് താഴേക്ക് വീഴും. അത് ക്രമേണ ഒഴിക്കുക. അവർ എല്ലാം ഒരുമിച്ച് ചേർക്കും. അത് വേസ്റ്റാണ്. അവർ പശുവിന് വേണ്ടി ആർക്കെങ്കിലും കൊടുക്കും. 1 കിലോ പാല് തരും. ഞാൻ പോയി അത് വാങ്ങാം. മാവ് മുഴുവൻ കലർത്തും. ആ മാവ് 2 കിലോ ശുദ്ധമണ്ണായിരിക്കും. ശുദ്ധമണ്ണ് ലഭ്യമല്ല. ഞങ്ങൾ നമ്മുടെ ഭൂമിയിൽ നിന്ന് 1 കടം മണ്ണെടുക്കുന്നു. ഇതിൽ 100 ലിറ്റർ വെള്ളം വരുന്നു. ഇതെല്ലാം 100 ലിറ്റർ വെള്ളത്തിൽ കലർത്തി രാവിലെ ഒരിക്കൽ കറക്കാൻ അനുവദിക്കുക. വൈകുന്നേരം ഒരിക്കൽ കറക്കാൻ അനുവദിക്കുക. പിന്നെ അത് കറക്കാൻ അനുവദിക്കുക. കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. രാവിലെ 1 മുതൽ 5 മിനിറ്റ് വരെ പൊടിച്ചാൽ, വൈകുന്നേരം 2 തവണ പൊടിച്ചാൽ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇത് 7 ദിവസത്തെ ആശ്രയിച്ചാണ്. നമുക്കത് ദ്രാവക വെള്ളത്തിൽ കലർത്തി ജലസേചനത്തിനായി ഒഴുകാൻ അനുവദിക്കാം. നമുക്കത് സ്പ്രേ ചെയ്യാം. ഇനി ഞാൻ നാളെ വന്നത് തളിക്കും. 7 ദിവസം കഴിയുമ്പോൾ ഞാനത് കലർത്തി കറങ്ങാൻ അനുവദിക്കും. അതെങ്ങനെയുണ്ടെന്ന് കാണുക. അതിനൊന്ന് മണമുണ്ടാകും. ഇതിനാ രസകരമായ മണമോ ചാണകത്തിന്റെ മണമോ ഉണ്ടാകില്ല. പക്കോറ എങ്ങനെ ജീവൻ പ്രാപിക്കുന്നുവെന്ന് നോക്കൂ. എല്ലാ ജീവകോശങ്ങളും എങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുവെന്ന് നോക്കൂ. ഇത് എണ്ണ പോലെയാണെന്ന് നോക്കൂ. ഈ പ്രക്രിയ എങ്ങനെ സംഭവിക്കുന്നുവെന്ന് നമുക്കെങ്ങനെ കണ്ടെത്താനാകും? നിങ്ങളിവിടെ വന്നു, രാവിലെ വന്ന് കാണുക. ഇതുപോലെ ഞങ്ങളതൊരു ഷീറ്റ് പോലെ കെട്ടിയിട്ടുണ്ട്. ഒരു വെളുത്ത ഷീറ്റ് പോലെ ഞങ്ങളത് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പാല് തിളപ്പിച്ചതിന് ശേഷം പാലിന് മുകളിൽ ഞങ്ങളത് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. വെളുത്ത ഷീറ്റിന് മുകളിൽ ഞങ്ങളത് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പ്രക്രിയയായി മാറിയെന്ന് നമുക്ക് അറിയാനാകും. നമുക്കിത് ഉപയോഗിക്കാം. നമുക്കിത് വെള്ളത്തിൽ കലർത്താം. നമുക്കൊരു സ്പ്രേ മൈക്കുണ്ടാക്കാം. ഇതാണ് ഇങ്ങനെ വരുന്നത്. ഒരു വിള ഉത്തേജകമായും ഞങ്ങൾക്കൊരു ഇൻപുട്ടായും ഞാനിത് ഉപയോഗിക്കുന്നു. ഇത് എറിഞ്ഞു കളയരുത്. ഇത് വന്ന് കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ നമ്മളത് അകത്താക്കി അടച്ചാലത് പോകില്ല. ഇതിലെ എല്ലാ ജീവകോശങ്ങളും മരിക്കും. അതിനായി നമുക്കിത് ആവശ്യമാണ്. ഒരു ബാഗിൽ വെക്കാവുന്ന ഈ ബാഗ്, ഇത് വിളയ്ക്കുള്ള വിള പ്രൊമോട്ടറായി വരുന്നു. ഇതൊരു വിള വളർച്ച പ്രൊമോട്ടറാണ്. നിങ്ങൾക്കിതിനെ ഏത് രീതിയിലും വിളിക്കാം. നിങ്ങൾക്കിതിനെ ഒരു ഇൻപുട്ട് എന്നും വിളിക്കാം, നിങ്ങൾക്കിതിനെ വിള വളർച്ച പ്രൊമോട്ടർ എന്ന് വിളിക്കാം, നിങ്ങൾക്കിതിനെ വിള വളർച്ചയ്ക്ക് വിളിക്കാം. ഇത് നമുക്ക് തന്നെ തയ്യാറാക്കാം. ഇതെങ്ങനെ വരുന്നു? 10 കിലോ ചാണകം, 10 കിലോ കോമിയം, 10 ലിറ്റർ കോമിയം, 2 കിലോ ശർക്കര, 2 കിലോ ശർക്കര, ഇപ്പോൾ 2 കിലോ മാവ്. വിളമാവ് അരിമില്ലിലേക്ക് വരൂ. ഗോതമ്പ് മാവ്, നിലക്കടല മാവ്, കെവിയൂർ മാവ്, ഈ മാവെല്ലാം പൊടിച്ചതാണ്. ഇതെല്ലാം പൊടിച്ചപ്പോൾ അത് താഴേക്ക് വീഴും. അത് ക്രമേണ ഒഴിക്കുക. അവരെല്ലാം ഒരുമിച്ച് ചേർക്കും. അത് വേസ്റ്റാണ്. അവർ പശുവിന് വേണ്ടി ആർക്കെങ്കിലും കൊടുക്കും. 1 കിലോ പാല് തരും. ഞാൻ പോയി അത് വാങ്ങാം. മാവ് മുഴുവൻ കലർത്തും. ആ മാവ് 2 കിലോ ശുദ്ധമണ്ണായിരിക്കും. ശുദ്ധമണ്ണ് ലഭ്യമല്ല. ഞങ്ങൾ നമ്മുടെ ഭൂമിയിൽ നിന്ന് 1 കടം മണ്ണെടുക്കുന്നു. ഇതിൽ 100 ലിറ്റർ വെള്ളം വരുന്നു. ഇതെല്ലാം 100 ലിറ്റർ വെള്ളത്തിൽ കലർത്തി രാവിലെ ഒരിക്കൽ കറക്കാൻ അനുവദിക്കുക. വൈകുന്നേരം ഒരിക്കൽ കറക്കാൻ അനുവദിക്കുക. പിന്നെ അത് കറക്കാൻ അനുവദിക്കുക. കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. രാവിലെ 1 മുതൽ 5 മിനിറ്റ് വരെ പൊടിച്ചാൽ, വൈകുന്നേരം 2 തവണ പൊടിച്ചാൽ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇത് 7 ദിവസത്തെ ആശ്രയിച്ചാണ്. നമുക്കത് ദ്രാവക വെള്ളത്തിൽ കലർത്തി ജലസേചനത്തിനായി ഒഴുകാൻ അനുവദിക്കാം. നമുക്കത് സ്പ്രേ ചെയ്യാം. ഇനി ഞാൻ നാളെ വന്നത് തളിക്കും. 7 ദിവസം കഴിയുമ്പോൾ ഞാനത് കലർത്തി കറങ്ങാൻ അനുവദിക്കും. അതെങ്ങനെയുണ്ടെന്ന് കാണുക. അതിലൊരു മണമുണ്ടാകും. ഇതിനാ രസകരമായ മണമോ ചാണകത്തിന്റെ മണമോ ഉണ്ടാകില്ല. പക്കോറ എങ്ങനെ ജീവൻ പ്രാപിക്കുന്നുവെന്ന് നോക്കൂ. എല്ലാ ജീവകോശങ്ങളും എങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുവെന്ന് നോക്കൂ. ഇത് എണ്ണ പോലെയാണെന്ന് നോക്കൂ. ഈ പ്രക്രിയ എങ്ങനെ സംഭവിക്കുന്നുവെന്ന് നമുക്കെങ്ങനെ കണ്ടെത്താനാകും? നിങ്ങളിവിടെ വന്ന് രാവിലെ വന്ന് കാണുക. ഇതുപോലെ ഞങ്ങളതൊരു ഷീറ്റ് പോലെ കെട്ടിയിട്ടുണ്ട്. ഒരു വെളുത്ത ഷീറ്റ് പോലെ ഞങ്ങളത് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പാല് തിളപ്പിച്ചതിന് ശേഷം പാലിന് മുകളിൽ ഞങ്ങളത് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. വെളുത്ത ഷീറ്റിന് മുകളിൽ ഞങ്ങളത് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പ്രക്രിയയായി മാറിയെന്ന് നമുക്ക് അറിയാനാകും. നമുക്കിത് ഉപയോഗിക്കാം. നമുക്കിത് വെള്ളത്തിൽ കലർത്താം. നമുക്കൊരു സ്പ്രേ മൈക്ക് ഉണ്ടാക്കാം. ഇതാണിങ്ങനെ വരുന്നത്. ഒരു വിള ഉത്തേജകമായും ഞങ്ങൾക്കൊരു ഇൻപുട്ടായും ഞാനിത് ഉപയോഗിക്കുന്നു. ഇത് എറിഞ്ഞു കളയരുത്. ഇത് വന്ന് കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ നമ്മളത് അകത്താക്കി അടച്ചാൽ അത് പോകില്ല. ഇതിലെ എല്ലാ ജീവകോശങ്ങളും മരിക്കും. അതിനായി നമുക്കിതാവശ്യമാണ്. ഒരു ബാഗിൽ വെക്കാവുന്ന ഈ ബാഗിൽ ഇട്ട് അടച്ചുവെട്ടണം. ആരെങ്കിലും വായുവിൽ പിടിക്കാൻ ശ്രമിച്ചാൽ അത് വലിച്ചെറിഞ്ഞാലും അത് പോകും.
നമ്മൾ അതിലൊരു കയറിട്ട് അടച്ചാൽ അത് സുരക്ഷിതമായിരിക്കും. ഇതാണ് ഇത് ഉണ്ടാക്കുന്ന രീതി. അത് അതേ രീതിയിൽ ഉപയോഗിക്കണം. ഉപയോഗിക്കുന്നതിന്റെ പ്രയോജനം എന്താണ്? ഇത് 15 ദിവസത്തിലൊരിക്കൽ ഉപയോഗിക്കാം. ഇത് എന്തുകൊണ്ട് നല്ലതാണ്? ഇത് വിള വളർച്ചയ്ക്ക് ഒരു ടോണിക്കാണ്. അപ്പോൾ നമ്മൾ വന്ന് അത് വരാൻ 44 ദിവസം കാത്തിരിക്കണം. അപ്പോൾ നമുക്ക് ദ്രാവകം ലഭിക്കും. നമുക്ക് ദ്രാവകം ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ദ്രാവകം ലഭിക്കും. ആ ദ്രാവകം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്കത് തളിക്കാം. നമുക്ക് 200 തളിച്ച് നിലത്തേക്ക് ഒഴുകാൻ വിടാം. നമുക്ക് തളിക്കാനും കഴിയും. ഞാനത് 2 തവണ ഉപയോഗിക്കും. 2 ലിറ്റർ ഉപയോഗിച്ച് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 2 ലിറ്റർ 10 ലിറ്ററിന് 100 മില്ലി ഫിഷ് ആസിഡ് ഉപയോഗിച്ച് നമ്മൾ 10 ലിറ്റർ അല്ലെങ്കിൽ 200 ലിറ്റർ വെള്ളം കൈവശം വെച്ചാൽ തിളപ്പിച്ച് 2 ലിറ്റർ ഒഴിക്കുക, കലർത്തുക. വെള്ളം പുറത്തേക്ക് പോകുമ്പോൾ നമുക്കത് തുറന്ന് നിലത്തേക്കൊഴുകാൻ അനുവദിക്കുക. യൂറിയ പോലെ നമ്മുടെ വെള്ളകളിൽ പ്രകൃതിദത്തമായ വളമായി ഇത് പ്രയോഗിക്കാം. നിങ്ങൾക്ക് 10 ലിറ്റർ വെള്ളത്തിൽ 100 മില്ലി ഫിഷ് ആസിഡ് കലർത്തി ചെടികളിൽ തളിക്കാം. ഈ ചെടികളെല്ലാം ഞാൻ പ്രകൃതിദത്തമായ രീതിയിൽ വളർത്തുന്നുണ്ട്. ഫിഷ് ആസിഡ് മെത്തേഡ് എങ്ങനെ തയ്യാറാക്കാമെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അത് ദ്രാവകമായി ലഭിക്കാൻ 45 ദിവസം എടുക്കും. ഞാൻ ഇതിനകമിട്ട ദ്രാവകം ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.